തിക്കും തിരക്കുമേറിയതോടെ പെരുമ്പല്ലൂരിലെ പര്യടനം ഒഴിവാക്കി ടി.വി.കെ അധ്യക്ഷൻ വിജയ്. അർദ്ധരാത്രിയും ആയിരങ്ങൾ എത്തിയതോടെ വാഹനത്തിന് മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത സാഹചര്യമായി. ഇതോടെ വിജയ് ചെന്നൈയിലേക്ക് മടങ്ങുകയായിരുന്നു. പെരുമ്പല്ലൂരിൽ മറ്റൊരു ദിവസം വിജയ് പര്യടനം നടത്തും. അതിനിടെ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനെ പുകഴ്ത്തി രജനീകാന്ത് രംഗത്തെത്തി. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നക്ഷത്രമാണ് സ്റ്റാലിൻ എന്നാണ് രജനിയുടെ പ്രസ്താവന. ആർ രാകേഷ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. രാകേഷ്, നമ്മൾ കണ്ടതാണ് എത്രത്തോളം വലിയ ജനസാഗരമായിരുന്നു വിജയുടെ പര്യടനത്തിൽ ഇന്നലെ എത്തിയത് എന്നുള്ളത്. വിജയ് എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിനെ കാണുവാൻ എത്തുന്ന ആരാധകർ അത് പൊളിറ്റിക്കൽ വോട്ടായി മാറ്റാൻ കൂടി വിജയ്ക്ക് സാധിക്കും എന്നുള്ളത് ഇന്നലത്തെ പര്യടനം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായതാണ്. അത് മറ്റുള്ള കക്ഷികളെ തെല്ലല്ലാതെ ഒന്ന് ആവലാതിപ്പെടുത്തിയിട്ടുണ്ടാകാം സ്വാഭാവികമായും. അതിനിടെ രജനീകാന്തിൻ്റെതായി എത്തുന്ന ഈ പ്രസ്താവന, അതിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ടല്ലോ. ആര്യ, എതിരാളികൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ജനക്കൂട്ടം അത് ആകർഷിക്കുന്നുണ്ട് വിജയുടെ റാലിയെ, യാത്രയെ. കാരണം ഇന്നലെ രാവിലെ 9 കൂടിയാണ് വിജയ് തിരുച്ചിറപ്പള്ളിയിൽ എത്തിയത്, ട്രിച്ചിയിലെത്തിയത്. സ്വാഭാവികമായും 10:35 കൂടിയാണ് യാത്ര, അല്ലെങ്കിൽ അതിന് പൊതുയോഗത്തിൻ്റെ 25 മിനിറ്റ് വിജയ് സംസാരിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ വിമാനത്താവളത്തിൽ നിന്ന് ഈ പൊതുയോഗം നടക്കുന്ന സ്ഥലത്തേക്ക് ഏതാണ്ട് 8 കിലോമീറ്റർ ദൂരം പിന്നിടാൻ വേണ്ടി വന്നത് 4 മണിക്കൂർ സമയമാണ്. അത്രത്തോളം ജനക്കൂട്ടം വിമാനത്താവളത്തിലേക്ക് എത്തിയിരുന്നു, റോഡിൻ്റെ ഇരുവശത്തുമായി തടിച്ചുകൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ വിജയ് ഈ യോഗത്തെ, ആദ്യ പൊതുയോഗത്തെ, തിരുച്ചിറപ്പള്ളിയിലെ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തത് വൈകിട്ട് 2:55 അപ്പോൾ സ്വാഭാവികമായി അവിടെ തന്നെ വലിയ കാലതാമസമുണ്ടായി. അതിനുശേഷം 2 ജില്ലയിലാണ് പരിപാടികൾ നിശ്ചയിച്ചിരുന്നത്. ഒന്ന് അരിയാലൂരിലും ഒപ്പം തന്നെ പേരമ്പല്ലൂരിലുമായിരുന്നു. ഇതിൽ അരിയാലൂരിൽ 4 മണിക്ക് നിശ്ചയിച്ച പരിപാടി കഴിയാൻ 8 മണിയായി. അതിനുശേഷം വിജയ് പേരമ്പല്ലൂർ എത്തുമ്പോഴേക്കും രാത്രി 12 കഴിഞ്ഞിരുന്നു. അപ്പോഴും വലിയ തോതിൽ ജനക്കൂട്ടം വിജയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വിജയുടെ വാഹനത്തിന് മുൻപോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഇതേ തുടർന്ന് യാത്ര അവസാനിപ്പിക്കുകയാണ്. അവിടെ വിജയ് സംസാരിച്ചില്ല. യാത്ര അവസാനിപ്പിച്ച് ചെന്നൈയിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. ഏതായാലും എതിരാളികൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ വലിയ തോതിലുള്ള ജനക്കൂട്ടം ആകർഷിക്കുന്നുണ്ട് വിജയെ. അത് ആര്യ സൂചിപ്പിച്ചപ്പോൾ തന്നെ വോട്ടാക്കി മാറ്റാൻ ഉള്ള ശ്രമത്തിലാണ് ടി.വിക്ക്. അങ്ങനെ വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞാൽ ഒരു ചരിത്രം സൃഷ്ടിക്കാൻ കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും എം.കെ. സ്റ്റാലിൻ ഇന്നലെ കരൂരിൽ DMKയുടെ ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കെ ടി.വി.കെയുടെ ഈ യാത്രയെ, വിജയുടെ ഈ യാത്രയെ പേര് പരാമർശിക്കാതെ വിമർശിച്ചു. അതിലൊന്ന് അദ്ദേഹം സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം, DMK ഒരു പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ പാർട്ടിയാണ്. അതിന് കാരിമ്പിൻ്റെ ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ എതിരാളികൾക്കും പുതിയ എതിരാളികൾക്കും അതിനെ തകർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, മറ്റു പാർട്ടികളെ പോലെ വെറും ആൾക്കൂട്ട പാർട്ടിയല്ല DMK എന്നുകൂടി സ്റ്റാലിൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് വിജയുടെ യാത്രയ്ക്കുള്ളൊരു പരിഹാസവും മറുപടിയും ഒക്കെ തന്നെയാണ്. ഇതിനിടയിൽ തന്നെയാണ് രജനീകാന്തും ഇത്തരത്തിൽ സ്റ്റാലിനെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നത്. അതിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് വിജയുടെ യാത്ര തുടങ്ങിയ ദിവസമാണ്. മാത്രമല്ല, അതിനോട് കൂട്ടിച്ചേർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴായി രാഷ്ട്രീയത്തിൽ വരുമെന്ന് പറയുകയും പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് പ്രഖ്യാപിച്ച നേതാവ് കൂടിയാണ് രജനീകാന്ത്. അപ്പോൾ വിജയുടെ യാത്ര തുടങ്ങിയ ദിവസം തന്നെയാണ് സ്റ്റാലിനെ പ്രശംസിക്കാൻ രജനീകാന്ത് തെരഞ്ഞെടുത്ത സമയം എന്നുള്ളതും ഏറെ പ്രത്യേകതയുണ്ട്, പ്രാധാന്യം. തീർച്ചയായും. ആർ രാകേഷാണ് സമഗ്ര വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.